ഹായ് സ്റ്റുഡൻസ്, എങ്ങനെയാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു 100 പേരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്? എയർടെൽ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് വെറും 100 രൂപ മാത്രമേ ഉള്ളൂ. അത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, കസിൻസ്, റിലേറ്റീവ് ഇവരുടെ എല്ലാം അക്കൗണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊസീജിയർ വളരെ സിമ്പിളുമാണ്. എങ്ങനെയാണ് നിങ്ങൾ വേറൊരാൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്? നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും യൂസ് ചെയ്തിട്ടാണ് അയാളും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഞാൻ നിങ്ങളുടെ ഒരു കസിൻ ആണെന്ന് വിചാരിക്കുക, എനിക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. താഴെ മുമ്പേ തന്നിരുന്ന ലിങ്ക് എനിക്ക് അയച്ചു തരും. ഞാൻ അത് വെച്ച് എൻ്റെ ഫോണിൽ ലോഗിൻ ചെയ്യും. ആ ലോഗിൻ ചെയ്യുന്ന യൂസർ ഐ ഡി നിങ്ങളുടെയാണ്. അപ്പോൾ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ URLന്റെ കൂടെ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൂടെ കസിൻസിന് ഷെയർ ചെയ്യുക. എങ്കിലേ നിങ്ങളുടെ കസിൻസും ഫ്രണ്ട്സും നിങ്ങൾ ത്രൂ എടുക്കുന്ന അക്കൗണ്ടുകൾ നിങ്ങളുടെ പേരിലേക്ക് മാപ്പ് ആകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 10 പേരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഈ സെയിം ലോഗിൽ ആയിരിക്കണം. എങ്കിലേ ആ 10 അക്കൗണ്ടും നിങ്ങളുടെ പേരിലോട്ട് മാപ്പ് ആകത്തുള്ളൂ. അക്കൗണ്ട് ഓപ്പണിങ്ങിൽ ഓരോ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, എയർടെൽ പേയ്മെന്റ് ബാങ്ക്. എയർടെൽ പേയ്മെന്റ് ബാങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, പിൻകോഡ് ഇത്രയും 2 പ്രാവശ്യം നിങ്ങൾ എൻട്രി ചെയ്യേണ്ടി വരും. 2 പ്രാവശ്യം എൻട്രി ചെയ്യുമ്പോൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് എയർടെൽ താങ്ക്സ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറയും. ഈ ആപ്പ് നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യരുത്. നമ്മുടെ വെബ് പോർട്ടലിലൂടെ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പാടുള്ളൂ. വൺസ് ഈ ആപ്പ് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങൾ അവിടെ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിന്റെ ടോപ്പ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ എന്ന് പറഞ്ഞ പ്രൊവിഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. അതുപോലെ തന്നെ OTPയും വരും. OTPയും എല്ലാം എൻട്രി ചെയ്തതിന് ശേഷം നമ്മുടെ പാൻ നമ്പർ എൻട്രി ചെയ്യുക. പാൻ നമ്പർ എൻട്രി ചെയ്ത് ആധാറും എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമ്മളോടൊരു ഫോട്ടോ എടുക്കാനായിട്ട് പറയും. ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിയർ ആയിരിക്കണം, ലൈറ്റും ഉണ്ടായിരിക്കണം. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാനും ആധാറും ഫോട്ടോയും എല്ലാം വെരിഫൈ ചെയ്ത് അവർ നമ്മളോട് ഓക്കെ പറയും. ഓക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഡിജി ലോക്കറിലേക്കാണ്. നിങ്ങൾക്ക് ഡിജി ലോക്കർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ആധാർ എൻട്രി ചെയ്ത് പുതിയതായിട്ട് നിങ്ങൾക്ക് ഒരു ഡിജി ലോക്കർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഡിജി ലോക്കർ ഓതന്റിക്കേഷൻ വരുന്നത് നമ്മുടെ ആധാർ OTP വെച്ചിട്ടാണ്. ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഓതന്റിക്കേഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആവും. നിങ്ങളുടെ KYC സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആവുകയും നിങ്ങളോട് ഒരു 100 റുപ്പീസ്, അവിടെ 100 നല്ല വരുന്നത് 500 എന്നാണ് വരുന്നത്, നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്തിട്ട് 100 ആക്കാവുന്നതാണ്. 100 റുപ്പീസ് നിങ്ങൾ UPI ചെയ്യാനായിട്ട് സാധിക്കും. UPI ചെയ്ത് കഴിയുമ്പോഴത്തേന് തിരിച്ച് നിങ്ങൾ എയർടെൽ ബാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ആ നിങ്ങൾ ചെയ്ത എമൗണ്ട് അവിടെ റിഫ്ലക്റ്റ് ആയിട്ട് കാണിക്കുകയും ചെയ്യും. അതുപോലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻഡിൽ നിങ്ങളോട് ഡെബിറ്റ് കാർഡിന്റെ കാര്യം അവർ ചോദിക്കും. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡിന്റെ പ്രൊവിഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ അവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ആപ്പ് ലോഗിൻ ചെയ്യാവുന്നതാണ്. സപ്പോസ് നിങ്ങൾ സെലക്ട് ചെയ്താൽ 299, അതായത് 299 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കാർഡിന്റെ ചാർജസ് ആയിട്ട് അവർ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാർഡിന്റെ ആവശ്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇതിനുശേഷം വീണ്ടും നമ്മൾ എയർടെൽ താങ്ക്സ് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ 100 രൂപ സേഫ് ആയിട്ട് അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിം അല്ലെങ്കിൽ ഡിവൈസ് ബൈൻഡിങ് ആണ്. അതായത് നമ്മുടെ എയർടെൽ താങ്ക്സ് ആപ്പും നമ്മുടെ സിമ്മോ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ്, നമുക്കറിയാം എല്ലാവരും ഇപ്പോൾ 2 സിമ്മ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഏത് സിമ്മും ആയിട്ടാണ് ഈ ആപ്പ് ബൈൻഡ് ചെയ്യേണ്ടത്. ആ സിമ്മ് സെലക്ട് ചെയ്യുക, അതിന്റെ OTP വരും. ആ OTP വന്നതിന് ശേഷം നമ്മുടെ ഡിവൈസും സിമ്മും ആപ്പുമായിട്ട് ബൈൻഡിങ് സക്സസ്ഫുൾ ആയിട്ട് നടക്കും. ഇത് സക്സസ്ഫുൾ ആയിട്ട് നടന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന 100 രൂപ ഒന്നുകിൽ UPI വഴിയോ അല്ലെങ്കിൽ സ്കാനർ വഴിയോ തിരിച്ചെടുക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരിടത്തും നിങ്ങളുടെ ആധാറോ പാനോ നിങ്ങൾ കാണിക്കേണ്ടതോ വീഡിയോ KYCയോ വേണ്ടാത്ത ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. ഡിജി ലോക്കർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റിൽ ആർക്കും ഇത് ഈസി ആയിട്ട് ഓപ്പൺ ആകുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ വീഡിയോ KYC ഇല്ലാത്തതും കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേയോ എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സപ്പോസ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളൊരു പ്രായമായിട്ടുള്ളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിരുന്നിട്ട് ആ ഫോട്ടോ എടുക്കുന്നത് മാത്രം ക്ലിയർ ആയിട്ട് എടുത്തു കൊടുക്കുക. ബാക്കി പ്രൊസീജിയേഴ്സ്
നിങ്ങൾക്ക് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. തന്നെ ചെയ്യാവുന്ന ആളുകൾ യൂസർ ഐഡിയും പാസ്വേഡും അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കാം. അതായത് നിങ്ങളൊരു 20 ആളുകളുടെ അടുത്ത് ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ 20 ആളുകളും സെയിം ഡേ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇതിൽ 100 രൂപ ഡെപ്പോസിറ്റ് വരുന്നുള്ളൂ. ആ 100 രൂപ ഇമ്മീഡിയറ്റ്ലി തന്നെ തിരിച്ചെടുക്കാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു 100-150 പേരുടെ അക്കൗണ്ട് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് കൊടക് മഹേന്ദ്രയാണ്. ഇതും സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീഡിയോ KYC എന്ന് പറഞ്ഞ പ്രോസസ്സും ഇനീഷ്യൽ ഡെപ്പോസിറ്റ് 2000 രൂപയാണ്. 2 അക്കൗണ്ടുകളും 0 ബാലൻസ് ആണെങ്കിലും നമ്മുടെ ആക്ടിവേഷന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. എയർടെല്ലിൽ 100 രൂപയും കൊടക്കിൽ 2000 രൂപയാണ്. എയർടെല്ലിൽ നിങ്ങൾ ഫോളോ ചെയ്ത ഓൾമോസ്റ്റ് സെയിം പ്രൊസീജിയർ തന്നെയാണ്. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. നമ്മുടെ പാനും ആധാറും അതുപോലെ തന്നെ പാനിൻ്റെ ഫോട്ടോ എടുക്കണം. ഇവിടെ ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങളുടെ വീഡിയോ KYC, അതായത് ബാങ്കിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഓൺലൈനിൽ വന്നിട്ട് അവർ ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദി. അവർ നമ്മളോട് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. അതുപോലെ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ മോർണിംഗ് 10 to ഈവനിങ് 5 o'clock വരെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ വീഡിയോ KYC ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ടൈമിലായിരിക്കണം അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. അതുപോലെ ബാങ്ക് ഹോളിഡേ ആയിരിക്കുന്ന ദിവസങ്ങളിൽ വീഡിയോ KYC അവൈലബിൾ അല്ല. നിങ്ങളുടെ വീഡിയോ KYC കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു മെയിലും OTPയും വരും നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആയെന്ന്. അതുപോലെ നമ്മുടെ കൊടക് മഹേന്ദ്ര ബാങ്കിൽ നമ്മൾ 2000 രൂപീസ് ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ വീഡിയോ KYC നടക്കുന്നത്. വീഡിയോ KYC സക്സസ്ഫുൾ ആയതിനു ശേഷം ഈ എമൗണ്ട് നിങ്ങൾക്ക് UPI മുഖേനയോ അല്ലെങ്കിൽ സ്കാനർ യൂസ് ചെയ്തോ തിരിച്ചെടുക്കാവുന്നതാണ്. ഈ 2 അക്കൗണ്ടും 0 ബാലൻസ് ആണ്. നിങ്ങൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എയർടെല്ലിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 50 രൂപ കിട്ടുമെങ്കിൽ കൊടക്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ ലഭിക്കും. കമ്പാരിറ്റീവ്ലി എയർടെൽ പേയ്മെന്റ് ബാങ്കിന്റെ അക്കൗണ്ട് ഓപ്പണിംഗ് വളരെ സിമ്പിളാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫർദർ നമ്മൾ തരുന്ന GST അല്ലെ പ്രോജക്ട് റിപ്പോർട്ട് പോലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ഞങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ഫിൽട്ടറിംഗ് പ്രോസസ്സായിട്ട് അക്കൗണ്ട് ഓപ്പണിംഗ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എയർടെൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. 100 രൂപ മാത്രം മതി. അത് വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും അക്കൗണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്.